നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു തിരിച്ചറിവായി മാറിയേക്കാം. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, സാക്ഷാൽ വിഷ്ണുമായ സ്വാമിയുടെ അദൃശ്യമായ കാവലും അനുഗ്രഹവുമുള്ള ചില പ്രത്യേക ജന്മനക്ഷത്രങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രക്കാർ ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയാണോ? എങ്കിൽ ഉറപ്പിച്ചു പറഞ്ഞോളൂ, നിങ്ങളുടെ ജീവിതത്തിൽ ആരും അറിയാത്ത ഒരു വലിയ രഹസ്യമുണ്ട്. പുറമേ എപ്പോഴും ചിരിക്കുമ്പോഴും ഉള്ളിൽ ആരും കകാണാത്ത ഒരു വലിയ സങ്കടക്കടൽ ഒളിപ്പിച്ചു വെക്കുന്നവരാണ് നിങ്ങൾ. ആദ്യം തന്നെ ഏതൊക്കെയാണ് വിഷ്ണുമായ സ്വാമിയുടെ പ്രത്യേക കടാക്ഷമുള്ള ആ 9 നക്ഷത്രങ്ങൾ എന്ന് നോക്കാം. തിരുവാതിര, ഭരണി, ആയില്യം, മകം, അത്തം, ഉത്രാടം, തിരുവോണം, ചതയം, രേവതി. ഈ 9 നക്ഷത്രങ്ങളിൽ ജനിച്ചവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നിങ്ങളാകാം, നിങ്ങളുടെ മക്കളാകാം, പങ്കാളിയാകാം. ആരായാലും ഈ വീഡിയോ മുഴുവനായും കാണുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ സംഭവിച്ച കാര്യങ്ങളുടെ യഥാർത്ഥ കാരണം കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. എന്താണ് ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത? ഇവരുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നും. പക്ഷേ സത്യം അതല്ല. എത്ര വലിയ സങ്കടം വന്നാലും, എത്ര വലിയ പ്രതിസന്ധി വന്നാലും അത് മറ്റുള്ളവരെ അറിയിക്കാതെ ഉള്ളിലൊതുക്കാൻ ഇവർക്ക് വല്ലാത്തൊരു കഴിവുണ്ട്. രാത്രിയിൽ ആരുമറിയാതെ കരഞ്ഞാലും പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടാകും. സ്വന്തം സങ്കടങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചുപറ്റാൻ ഇവർക്കൊട്ടും ഇഷ്ടമല്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ലോകം മുഴുവൻ ഇവരെ തെറ്റിദ്ധരിക്കും. ഇവർക്ക് വലിയ അഹങ്കാരമാണ്, ജാടയാണ് എന്നൊക്കെ പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഇവരാരെയും സുഖിപ്പിക്കാൻ നിൽക്കില്ല. ഉള്ള കാര്യം മുഖത്തു നോക്കി പറയും. ആരുടെ മുന്നിലും പോയി വണങ്ങി നിൽക്കാനോ കാര്യസാധ്യത്തിനു വേണ്ടി ആരുടെയും കാല് പിടിക്കാനോ ഇവർ തയ്യാറാവില്ല. യഥാർത്ഥത്തിൽ ഇത് അഹങ്കാരമല്ല, വിഷ്ണുമായ സ്വാമിയുടെ ഭക്തരുടെ ആത്മാഭിമാനമാണ്. ഇനി ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു രഹസ്യം പറയാം. മറ്റുള്ളവർക്ക് ഒരു വിഷമം വന്നാൽ സ്വന്തം കയ്യിൽ ഒന്നുമില്ലെങ്കിലും കടം വാങ്ങിച്ചിട്ടായാലും ഇവർ സഹായിക്കും. പക്ഷേ തിരിച്ച് ഇവർക്കെന്താണ് കിട്ടുന്നത്? നന്ദികേട്. അതെ, നന്ദികേടും ചതിയും ഇവരുടെ ജീവിതത്തിൽ ഒരു ശാപം പോലെ പിന്തുടരുന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ചുകൂടെ നിർത്തിയവർ നിങ്ങളെ ചതിച്ചിട്ടില്ലേ? ഒന്ന് ഓർത്തു നോക്കൂ. ചോര നീരാക്കി മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും അവസാനം കുറ്റപ്പെടുത്തലുകളും അപവാദങ്ങളും മാത്രമായിരിക്കും ഇവർക്ക് ലഭിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തൊരു അവസ്ഥ വരും. സാമ്പത്തിക തകർച്ചയാകാം, ബിസിനസ്സിലെ പരാജയമാകാം, അല്ലെങ്കിൽ വിശ്വസിച്ചവർ ഉപേക്ഷിച്ചു പോകുന്നതാകാം. ആ സമയത്ത് സഹായിക്കാൻ സ്വന്തം നിഴൽ പോലും കൂടെ ഉണ്ടാവില്ല. ഇവൻ്റെ കാര്യം തീർന്നു എന്ന് സമൂഹം നോക്കിച്ചിരിക്കും. പക്ഷേ അവിടെയാണ് വിഷ്ണുമായ സ്വാമിയുടെ യഥാർത്ഥ അത്ഭുതം സംഭവിക്കുന്നത്. ആരും സഹായിക്കാനില്ലാത്ത ആ അവസ്ഥയിൽ നിന്ന്, ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെപ്പോലെ ഇവർ ജീവിതം തിരിച്ചു പിടിക്കും. കാരണം ഇവർ തനിച്ചല്ല, കൂട്ടിന് സ്വാമിയുണ്ട്. അന്നിവരെ പുച്ഛിച്ചവർക്ക് മുന്നിലൂടെ തല ഉയർത്തിപ്പിടിച്ച് ഇവർ ജീവിച്ചു കാണിക്കും. ഇത് പ്രകൃതി നിയമമാണ്. കുടുംബത്തിനു വേണ്ടി ഇത്രയേറെ ത്യാഗം ചെയ്യുന്ന വേറെ ആരുമുണ്ടാവില്ല. സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ മാറ്റിവെച്ച് മക്കൾക്കും പങ്കാളിക്കും വേണ്ടി ഇവർ ജീവിക്കും. സ്നേഹം പലപ്പോഴും പുറമേ കാണിക്കില്ലെങ്കിലും ഇവരുടെ കരുതൽ വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഒരു നിർണായക കാലഘട്ടം 28 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള സമയമാണ്. ഈ 7 വർഷം ഇവരുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കും. വലിയ സാമ്പത്തിക നേട്ടങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വലിയ അനുഭവങ്ങളോ ഈ കാലയളവിൽ സംഭവിക്കും. തൊഴിൽ മേഖല നോക്കുകയാണെങ്കിൽ ആരുടെയും കീഴിൽ നിന്ന് ആജ്ഞകൾ അനുസരിക്കാൻ ഇവർക്ക് പ്രയാസമായതുകൊണ്ട് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നതാണ് ഇവർക്ക് ഏറ്റവും നല്ലത്. അതുപോലെ
നേതൃഗുണം ആവശ്യമുള്ള മേഖലകളിലും ഇവർ ശോഭിക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജീവിതം ഒരു പോരാട്ടമാണ് എന്നത് സത്യമാണ്. പക്ഷേ ആ പോരാട്ടത്തിനൊടുവിൽ വലിയൊരു വിജയമുണ്ട്. നിങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല. കാരണം സാക്ഷാൽ വിഷ്ണുമായ സ്വാമിയുടെ അദൃശ്യമായ കാവൽ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ചവർക്കുള്ള മറുപടി നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങൾ ജയിച്ചു കാണിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കഷ്ടപ്പാടുകളുണ്ടെങ്കിൽ ഓർക്കുക, ഇത് അവസാനമല്ല. ഇരുട്ട് കൂടുമ്പോഴാണ് വെളിച്ചത്തിന് തിളക്കം കൂടുന്നത്. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ തിരുവാതിര, ഭരണി, ആയില്യം, മകം, അത്തം, ഉത്രാടം, തിരുവോണം, ചതയം, രേവതി എന്നീ നക്ഷത്രക്കാരുടെ ജീവിതവുമായി 100% യോജിക്കുന്നതാണോ എന്ന് തീർച്ചയായും കമൻ്റ് ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്കും ഒരു ആശ്വാസമാകട്ടെ. വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്മ വരട്ടെ. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. ശ്രീ വിഷ്ണുമായ സ്വാമി ശരണം.